ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൽ അധിക പേരും ചോദിക്കാറുണ്ട്, രണ്ട് വീട്ടിലേക്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഏതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു കണക്ഷൻ പ്രൊവൈഡർ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നോർമലി ആയിട്ട് എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല, ഒരു കണക്ഷൻ രണ്ട് സ്ഥലത്തേക്ക് എന്നുള്ള രീതിയിൽ. ചില സിമ്മുകളൊക്കെ ഫാമിലി സിം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്, അതല്ലാതെ ഇൻ്റർനെറ്റ് കണക്ഷൻ അങ്ങനെ കൊടുക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മൾ ഏതൊരു ഇൻ്റർനെറ്റ് എടുക്കട്ടെ, കേരള വിഷൻ ആയിക്കോട്ടെ, BSNL ആയിക്കോട്ടെ, ഏതായാലും ഒരു നോർമൽ റീചാർജ് എന്ന് പറയുന്നത് 399, 400 അല്ലെങ്കിൽ 500 രൂപയാണ്. നോർമൽ 500 രൂപ റീചാർജ് പിടിക്കും. ഈ 500 രൂപയിൽ നമ്മൾക്ക് 30 Mbps ആണ് സ്പീഡ് തരുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ റീചാർജ് എമൗണ്ടിൽ ഓരോ തുക വ്യത്യാസം വരുമ്പോഴും സ്പീഡിൽ 10 MB 10 MB വെച്ചിട്ട് നമുക്ക് സ്പീഡ് വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് കേരള വിഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 500 രൂപയുടെ റീചാർജിന് 30 Mbps ആണ് കിട്ടുക. 470 30 Mbpsൻ്റെ ഓഫറാണ് കിട്ടുന്നത്. അത് ചിലപ്പോൾ ഇപ്പം ഈ മാർച്ചിൽ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്, 40 MB ആയിട്ട് വരുത്തുന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അറിയില്ല. പക്ഷേങ്കിൽ നമ്മൾ നേരെ മറിച്ച് ഈ 500 രൂപ റീചാർജ് 600 രൂപ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പീഡ് 60 Mbps ആവും. 700 രൂപയ്ക്ക് അങ്ങനെ കൂടും. പിന്നെ ഓരോ 100 രൂപ കൂടുന്നതനുസരിച്ച് നമുക്ക് 20 30 കൂടും. അപ്പം അതിലും കൂടുതൽ ഒരു 200 MB ഒക്കെ വേണമെങ്കിൽ എന്തായാലും നമുക്ക് ഒരു 800 രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല സ്പീഡിൽ നെറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 80 Mbps സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് വീട്ടിലേക്കുള്ള എല്ലാവർക്കും യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് ഏത് കണക്ഷൻ ആയിക്കോട്ടെ. ഇന്ന് കേരള വിഷൻ ഞാൻ പറയുന്നില്ല, കേരള വിഷൻ ആയാലും BSNL ആയാലും മറ്റേ ജിയോ ആയാലും എയർടെൽ ആയാലും ഏതായിക്കോട്ടെ, 80 Mbps ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെ ഇത്തരത്തിലുള്ള കണക്ഷൻ എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു വീട്ടിലേക്കാണ് ഈ കണക്ഷൻ എടുക്കേണ്ടത്. ആ വീട്ടിലേക്ക് കണക്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് നോർമലായിട്ട് തരുന്നിട്ടുള്ള ഒരു റൗട്ടറുണ്ട്. ഈ റൗട്ടർ എന്ന് പറയാൻ കാരണം ഈ മോഡവും റൗട്ടറും സ്വിച്ചും ഒക്കെ കാണാൻ വേണ്ടി, സ്വിച്ച് പിന്നെയും കാണാൻ വ്യത്യാസമാണ്. കാരണം സ്വിച്ച് പറയുന്നത് ഒരു മോഡം പോലെ തന്നെ അതിൽ കുറേ ലാൻഡ് പോർട്ടുകളുണ്ട്, അതിന് സ്വിച്ച് എന്ന് പറയാം. അല്ലാതെ ഈ മോഡവും റൗട്ടറും കാണാൻ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഈ റൗട്ടർ എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ONT ONU എന്നൊക്കെ പറയും. അതായത് കേരള വിഷൻ്റെ ആ ഫൈബർ കേബിൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന തരം ഡിവൈസുകളാണ് നമ്മൾ റൗട്ടർ എന്ന് പറയാം. അതല്ലാതെ ഈ റൗട്ടറിന് കണക്ഷൻ എടുത്തിട്ട് നമുക്ക് ലാൻഡ് കേബിൾ കയറി കണക്ട് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ നമ്മൾ എന്ത് ചെയ്യാം, മോഡെന്ന് പറയാറുണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ച് നല്ല ഡെഫിനേഷൻ ഉണ്ടാകും, ഞാൻ ചുരുക്കി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ആദ്യം ഒരു വീട്ടിൽ റൗട്ടർ വെക്കാം. ആ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഏത് വീട്ടിലാണ് ഇൻവെർട്ടർ ഉള്ളത്, രണ്ട് വീട്ടിൽ ഇൻവെർട്ടർ ഇല്ലെങ്കിൽ പിന്നെ ഏത് വീട്ടിലും വെക്കാൻ കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഇൻവെർട്ടർ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്കായിരിക്കണം ഈ കണക്ഷൻ എടുക്കേണ്ടത്. ഈ കണക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾക്ക് ലാൻഡ് കേബിൾ വാങ്ങാൻ കിട്ടും. ലാൻഡ് കേബിൾ അത് ഏകദേശം നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ടോ അതനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൂരത്തിനനുസരിച്ച് മുറിച്ചിട്ട് അവർ തരുന്നതായിരിക്കും. അതായത് എത്ര മീറ്റർ വേണമെങ്കിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ 50 മീറ്ററോ 100 മീറ്ററോ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്ത് തരും. കുറച്ച് പൈസ എമൗണ്ട് ആവും. ഈ ഒരു പൈസ എന്ന് പറയുന്നത് ഇനീഷ്യലായിട്ടുള്ള ചാർജ് മാത്രമാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ പറഞ്ഞ ഇൻവെർട്ടറുള്ള വീട്ടിലേക്ക് നിങ്ങൾ കണക്ഷൻ എടുക്കുക. ആ വീട്ടിൽ നിന്ന് ലാൻഡ് കേബിൾ വഴി നിങ്ങളുടെ വീട് എത്ര ദൂരത്താണ്, 50 മീറ്റർ ആണെങ്കിൽ 50 മീറ്ററിലേക്കുള്ള ലാൻഡ് കേബിൾ വാങ്ങിയിട്ട് അവിടെ കണക്ട് ചെയ്യുക. അതായത് അടുത്ത വീട്ടിലൊരു മോഡം വാങ്ങി വെച്ചിട്ട് ഈ റൗട്ടറിന്, ഈ ഇൻവെർട്ടറുള്ള വീട്ടിൽ വെച്ച റൗട്ടറിൽ നിന്ന് ലാൻഡ് കേബിൾ വഴി ആ മോഡത്തിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾക്ക് ഇതേ കണക്ഷൻ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ വീട്ടിൽ റൗട്ടറിലുള്ള പാസ്വേഡ് ഈ വീട്ടുകാർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റേ വീട്ടിൽ വെക്കുന്ന ആ മോഡത്തിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് പാസ്വേഡ് യൂസർ നെയിമും കിട്ടും. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ വൈഫൈ എടുക്കുമ്പോൾ എന്തുകൊണ്ട് വൈഫൈ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ വെച്ചാൽ മതി എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ കണക്ഷൻ എടുക്കുന്നത്, ഓക്കെ, കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് വീടുകളുണ്ട്. ഒരു വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട്, മറ്റേ വീട്ടിൽ ഇൻവെർട്ടർ ഇല്ല. അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം കണക്ഷൻ എടുക്കുന്നത് ഇൻവെർട്ടർ ഇല്ലാത്ത വീടാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ വീട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കണക്ഷൻ വന്നു. ഇൻവെർട്ടർ ഉള്ള വീട്ടിൽ മോഡാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടർ ഉള്ള വീട്ടിൽ കറണ്ട് ഉണ്ട്, പക്ഷേങ്കിൽ കണക്ഷൻ കിട്ടില്ല. കാരണം എന്താ, ഈ റൗട്ടറിൽ നിന്ന് കണക്ഷൻ വന്നാൽ മാത്രമേ ഇൻവെർട്ടറുള്ള വീട്ടിലേക്കായാലും കണക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടായിട്ടും നമുക്ക് ഈ പറഞ്ഞ സേവനം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ റൗട്ടർ ഇൻവെർട്ടർ ഇല്ലാത്ത വീട്ടിലായതുകൊണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് കണക്ഷൻ കട്ടാവും. നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ ഇൻവെർട്ടർ ഇല്ല വീട്ടിലാണിത് വെച്ചിരിക്കുന്നതെങ്കിൽ എപ്പോഴും ഈ റൗട്ടർ ഓൺ ആയിരിക്കും. അപ്പം നമുക്ക് അതിൽ നിന്ന് കണക്ഷൻ എടുക്കാൻ പറ്റും. അപ്പം ഈ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് നെറ്റ് കിട്ടും. ഇവിടെ ഓൾറെഡി ഇൻവെർട്ടർ ഇല്ലാണ്ട് 24 മണിക്കൂറും ഇവിടെ നെറ്റ് ഉണ്ടായിരിക്കും.
പക്ഷേങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് മാത്രം നെറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റൗട്ടർ വെക്കുമ്പോൾ ഇൻവെർട്ടറുള്ള വീട്ടിൽ വെക്കുക, മോഡം പിന്നെ എവിടെ വെക്കണം വെക്കുക. രണ്ട് വീട്ടിലും ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ യാതൊരു പ്രോബ്ലം ഇല്ല, ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ചാൽ മതി. അപ്പം ഇത്തരത്തിൽ നമുക്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും. സ്പീഡ് കുറയൊന്നുമില്ല. ഈ ലാൻഡ് കേബിൾ വഴിയാണ് നിങ്ങൾ ഈ അടുത്ത റൗട്ടറിൽ നിന്ന് മോഡത്തിലേക്ക് കണക്ഷൻ കൊടുക്കുന്നെങ്കിൽ ഒരു സ്പീഡും കുറയൊന്നുമില്ല. ഇവിടെ കിട്ടുന്ന അതേ സ്പീഡ് തന്നെ അപ്പുറത്തെ വീട്ടിലും കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ രണ്ട് വീട്ടുകാർ തമ്മിൽ ചേർന്നിട്ട് ടൈപ്പ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എടുക്കാം. രണ്ടല്ല 3 വീട്ടുകാർക്ക് കൊടുക്കുക, ഒരു പ്രോബ്ലം ഇല്ല. എല്ലാവരും കൂടിയിട്ടാണെങ്കിൽ ഒരു 1000 രൂപ റീചാർജ് അല്ലെങ്കിൽ 200 രൂപ റീചാർജ് ചെയ്താൽ മതി. അപ്പോൾ ഒരാൾ ഇത്ര പൈസ വെച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കണക്ഷൻ എടുക്കാം. അതല്ലാതെ ഒരു കണക്ഷൻ എടുത്തിട്ട് രണ്ട് വീട്ടിലേക്ക് വലിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കമ്പനിക്ക് നഷ്ടമായതുകൊണ്ട് അവരങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം നിങ്ങളിപ്പോൾ നോക്കുക, നമ്മളിപ്പം 500 രൂപയാണ് റീചാർജ് നോർമലായിട്ട്. ഓക്കെ, അതിനിപ്പോൾ ഒരു 300 രൂപയും കൂട്ടി 800 രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ സ്പീഡിൽ നെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് രണ്ട് വീട്ടിലെടുക്കുമ്പോൾ 500 റീചാർജ് 1000 രൂപ റീചാർജ് ചെയ്യണം, 30 Mbps കണക്ഷന് കിട്ടും. അപ്പോൾ രണ്ട് വീട്ടുകാർ ചേർന്നിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ നല്ല സൗഹൃദത്തിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. അപ്പം ഈ കമൻ്റ് ഇട്ട ആൾക്കാർക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ലാൻഡ് കേബിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാം. അതുപോലെ തന്നെ ഈ ലാൻഡ് കേബിൾ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും നിങ്ങൾക്ക് തരും. അല്ലാതെ ഓൺലൈനാണെങ്കിൽ 5 മീറ്റർ 3 മീറ്റർ മുതൽ കിട്ടും. 1.5 മീറ്റർ 3 മീറ്റർ 5 മീറ്റർ 10 മീറ്റർ 15 മീറ്റർ 20 മീറ്ററൊക്കെ ഓൺലൈനിൽ കാണാറുണ്ട്. അതിന് മുകളിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഉണ്ടാവുമായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ തരും. അപ്പോൾ 2500 രൂപ എടുക്കലൊരു മോഡത്തിന് വിലയുണ്ടാവും. അതിൽ കുറഞ്ഞ മോഡും ഉണ്ട്. ഞാൻ 5G ഒക്കെ ഉള്ള മോഡത്തിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത്. 2500 കൊടുത്താൽ 5G ഉള്ള മോഡം കിട്ടും. അങ്ങനെയാണ് ആ മോഡും പിന്നെ ഈ ലാൻഡ് കേബിളും വാങ്ങാം. ലാൻഡ് കേബിളിന് എത്ര റേറ്റ് വരുന്നത് എനിക്കറിയില്ല, എന്തായാലും ഒരു റേറ്റ് ഉണ്ടാവുമായിരിക്കും, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വീട്ടിലേക്കും ഒരു കണക്ഷൻ കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കടയാന്ന് വിചാരിച്ചു, നമ്മൾ പല ആൾക്കാർക്കും കടകൾ കണ്ടിട്ടുണ്ട്. അതായത് വീടിന് നേരെ മുന്നിലായിട്ട് കടയുണ്ടാവും, ഒരു 50 മീറ്റർ വ്യത്യാസത്തിൽ കടയുണ്ടാവും. അപ്പം വീട്ടിലേക്കും കടയിലേക്കും നെറ്റ് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. വീട്ടിലേക്ക് നെറ്റ് എടുക്കുക, ലാൻഡ് കേബിൾ വലിച്ചിട്ട് കടയിലേക്ക് ഒരു മോഡം വെക്കുക, വീട്ടിൽ റൗട്ടർ വെക്കുക, കടയിൽ മോഡം വെക്കുക. അങ്ങനെയാണെങ്കിൽ കടയിലും നെറ്റ് കിട്ടും, വീട്ടിൽ നെറ്റ് കിട്ടും. ഒറ്റ നെറ്റിൽ തന്നെ സംഭവങ്ങൾ ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് ഒറ്റ കണക്ഷൻ രണ്ട് സ്ഥലത്തേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശം അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.